കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് നിരവധി പേരാണ് BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ പ്രമുഖ നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ BJP പാളയത്തിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും അതിന് തൊട്ട് മുന്നും തന്നെയായിരുന്നു പല രീതിയിലുമുള്ള അട്ടിമറികൾ, അതായത് ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞു പോകലുകൾ സംഭവിച്ചത് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും നിരവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വുള്ള കുടുംബങ്ങൾ, പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേര് CPM വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഏകദേശം 240ഓളം പേരാണ് കൂട്ടമായിട്ട് ഇടതുപക്ഷ പാളയത്തിൽ നിന്നും CPMൽ നിന്നും CPM വിട്ടുകൊണ്ട് നേതാക്കൾ, പ്രവർത്തകരടക്കം നിരവധി പേര് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അതും ആലപ്പുഴയിൽ നിന്ന് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴയിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 250ഓളം പേർ ഇതിനോടകം തന്നെ BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നു. അതും അതിലേറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കായംകുളത്ത് നിന്ന് മാത്രമായി നിരവധി പേരാണ് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അതും ഇടതുപക്ഷ പാളയത്തിൽ നിന്നും CPM വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ. ഇത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും BJPക്ക് അനുകൂലമായി മാറുമോ, അതല്ല അത് UDFന് അനുകൂലമായി മാറുമോ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ പാളയത്തിൽ നിന്നും ഒട്ടനേകം പേർ ഇതിനോടകം തന്നെ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതും UDFിലേക്ക്, വലതുപക്ഷത്തിലേക്ക് പോകാതെ തന്നെ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെ BJPക്ക് വോട്ടായി മാറുന്ന തരത്തിലോട്ട് ആലപ്പുഴയിൽ കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ എടുത്തു പറയേണ്ടി വരും.